ഈ ചന്ദനം എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം മൈൻഡിൽ വരുന്ന ഒന്ന് വീരപ്പൻ അല്ലേ? കറക്റ്റ്. നിങ്ങൾ ആദ്യം ചന്ദനം പറഞ്ഞപ്പോ തന്നെ പലയിടത്തും ആശയം പറഞ്ഞപ്പോ അയ്യോ വീരപ്പനാണോ, അപ്പൊ ഒരു നെഗറ്റീവ് ഷെയ്ഡ് അല്ലേ അവിടെ വരുന്നത്? ഇങ്ങനെ പറഞ്ഞു, ഇത് മറ്റേത് മീശയില്ലാത്ത വീരപ്പൻ എന്നുള്ള പേരൊക്കെ വരും എന്ന് പറഞ്ഞു. ഞാൻ ആയിക്കോട്ടെ. ഇവിടെ ഇന്ത്യയിൽ 2000 ടണ്ണ് ചന്ദനം ആവശ്യമുണ്ട്, സാൻഡൽവുഡ്. പറയാലോ, നമ്മൾ അമ്പലത്തിൽ നെറ്റി തൊടാനും പിന്നെ സാൻഡൽവുഡ് ഓയിൽ, സോപ്പ് ഉണ്ടാക്കാൻ ഒരുപാട് കാര്യങ്ങൾക്ക് ചന്ദനം ഉപയോഗിക്കുന്നുണ്ട്. സുഗന്ധദ്രവ്യങ്ങള്, പിന്നെ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾക്ക്, അങ്ങനെ പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ചന്ദനത്തിന് ആവശ്യകതയുണ്ട്. പക്ഷേ 2000 ടണ്ണ് വേണ്ടെടുത്ത് 100 ടൺ പോലും ഈ ചന്ദനം ഇന്ത്യയിലില്ല. ഓക്കെ, ഒരു കാര്യം ആലോചിക്കാനുള്ളത്, ഈ ചന്ദനം എന്ന് പറയുന്ന വൃക്ഷം ഇന്ത്യയുടെ കേരളത്തിന്റെ സ്വന്തം വൃക്ഷമാണ്. മറയൂരിൽ നിന്നാണ് ഇത് ആദ്യമായിട്ട് പൊട്ടിമുളച്ച് വരുന്നത്. എന്നിട്ടും ഇത് ഇന്ത്യയിൽ ആരും ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ്? അപ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ച് പഠിച്ചു, എന്തുകൊണ്ട് ഇന്ത്യയിൽ ആരും ഇത് ചെയ്യുന്നില്ല. അപ്പോൾ ഞങ്ങളിവിടെ ശ്രദ്ധിച്ച കാര്യം, അത്രയ്ക്കും നല്ലൊരു പ്രൊജക്റ്റ്, ആളുകൾക്ക് ഡിമാൻഡുള്ള സാധനം ഓൾറെഡി ഇവിടെ ഉണ്ട്, എന്തുകൊണ്ട് അത് ചെയ്തുകൂടാ? ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ എന്നെ സാധിച്ചത്, ഈ ചന്ദനം എല്ലായിടത്തും വളരില്ല. 3 ചലഞ്ചസ് ഇതിലുണ്ട്. ഒന്നാമതായിട്ട് ഇത് പശ്ചിമഘട്ടം, അതായത് ആന്ധ്ര, കർണാടക, തമിഴ്നാട്, കേരളം, ഈ 4 സംസ്ഥാനങ്ങളിൽ ഇത് വളരുള്ളൂ പശ്ചിമഘട്ടത്തിൽ, കാരണം ഹൈറ്റ് വേണ്ടത്. രണ്ടാമതായിട്ട് ഇത് കേരളത്തിലാണെങ്കിൽ 3 ജില്ലകൾ മാത്രമേ അത്തരത്തിലുള്ളൂ. അതായത് സമുദ്രനിരപ്പിൽ നിന്ന് 700 മീറ്റർ പൊക്കം വേണം. ഇതിന് കടൽക്കാറ്റ് കൊള്ളാൻ പാടില്ല. വയനാട്, ഇടുക്കി, പത്തനംതിട്ട, ഇടുക്കി, വയനാട്, ഈ 3 ജില്ലകളുള്ളത്.